നമ്മളിനി പാലക്കാട്ടേക്ക് പോവുകയാണ്. അവിടെ ഒറ്റപ്പാലത്ത് ഭാര്യയെയും ബന്ധുക്കളെയും ക്രൂരമായി കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഭർത്താവ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. ഒറ്റപ്പാലം മൈലുംപുറം സ്വദേശി അനിൽകുമാറാണ് പോലീസിന്റെ പിടിയിലായത്. ഭാര്യ പത്മജ വീട്ടിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. തടയാൻ ശ്രമിച്ച പത്മജയുടെ സഹോദരൻ സച്ചിൻ, ബന്ധുക്കളായ മോഹൻകുമാർ, വിഷ്ണുജിത്ത് എന്നിവരാണ് ആക്രമിക്കപ്പെട്ടത്. നെഞ്ചിലും മുതുകിലുമൊക്കെ കുത്തേറ്റ പത്മജയുടെ ചെറിയച്ഛൻ മോഹൻകുമാർ ഗുരുതരാവസ്ഥയിലാണ്. ഇക്ബാൽ അറക്കൽ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഇക്ബാൽ, ഭാര്യയെ മാത്രമല്ല കണ്ണിൽ കണ്ടവരെയെല്ലാം, കയ്യിൽ കിട്ടിയവരെയെല്ലാം, ഭാര്യയുടെ എല്ലാ ബന്ധുക്കളെയും ഇയാൾ കുത്തിപ്പരിക്കേൽപ്പിച്ചു. അത്രമേൽ പക ഇയാളുടെ മനസ്സിലുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായിരുന്നു ശരിക്കും ഇയാളുടെ പ്രശ്നം? പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി അനിൽകുമാറിന്റെ ഭാര്യയായിട്ടുള്ള പത്മജ കഴിഞ്ഞ ദിവസമാണ് അവരുടെ മയിലുംപുറത്തെ വീട്ടിലേക്ക് ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതോടുകൂടി അനിൽകുമാറിന് ഈ ഭാര്യ പത്മജയോട് വൈരാഗ്യമുണ്ടാവുന്നു. ഈ പത്മജയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇന്നലെയാണ് അനിൽകുമാർ പത്മജയുടെ മയിലുംപുറത്തെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ ബന്ധുക്കളും പത്മജയും എല്ലാം നിൽക്കുന്നതിനിടയിൽ കയ്യിൽ കരുതിയിരുന്ന ഒരു കത്തി ഉപയോഗിച്ച് അനിൽകുമാർ ഭാര്യ പത്മജയെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പത്മജയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇവരുടെ സഹോദരൻ സച്ചിനും അതുപോലെ തന്നെ മറ്റു ബന്ധുക്കളും എത്തുന്നു. തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പത്മജയുടെ സഹോദരൻ സച്ചിനും അതുപോലെ തന്നെ പത്മജയുടെ ചെറിയച്ഛനായിട്ടുള്ള മോഹൻകുമാറിനും മറ്റൊരു ബന്ധു വിഷ്ണുജിത്തിനും അനിൽകുമാറിന്റെ കുത്തേൽക്കുന്നത്. ഇതിൽ തന്നെ പത്മജയുടെ ചെറിയച്ഛനായിട്ടുള്ള മോഹൻകുമാറിന് നെഞ്ചിലും മുതുകിലും ക്രൂരമായിട്ടുള്ള ആക്രമണമാണ് ഈ അനിൽകുമാറിന്റെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വന്നത്. നെഞ്ചിലും മുതുകിനും കുത്തേറ്റ മോഹൻകുമാർ ഇപ്പോഴും ഒറ്റപ്പാലത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മോഹൻകുമാറിന്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു തർക്കം, ആ തർക്കത്തിന് പേരുണ്ടായിരുന്ന വൈരാഗ്യമാണ് അനിൽകുമാർ ഇത്തരത്തിൽ 4ഓളം ആളുകളെ ക്രൂരമായി ആക്രമിക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നുള്ളതാണ് പോലീസും കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ ഒറ്റപ്പാലം പോലീസ് അനിൽകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി തുടർ പരിശോധനകളും അതുപോലെ തന്നെ തെളിവെടുപ്പും നടത്തുമെന്നുള്ളതാണ് ഒറ്റപ്പാലത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, ഇക്ബാൽ അറക്കലാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകി.